അടിമാലിയിൽ നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള അമ്മയും കുഞ്ഞും ആശുപത്രി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടുന്ന ശ്രമങ്ങൾ തുടരുകയാണെന്ന് അഡ്വക്കേറ്റ് രാജ എം.എൽ.എ അടിമാലിയിൽ പറഞ്ഞു. പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 30 കോടിയോളം രൂപ ആശുപത്രി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിവരും. കഴിഞ്ഞ ബജറ്റിൽ 5 കോടി രൂപ അമ്മയും കുഞ്ഞും ആശുപത്രിക്കായി വകയിരുത്തിയിരുന്നു. പക്ഷേ ഭരണാനുമതി ലഭിച്ചില്ല. ഭരണാനുമതി നേടിയെടുക്കുന്നതിനും തുടർ ശ്രമങ്ങൾക്കുമുള്ള ശ്രമം നടന്നുവരുന്നുണ്ടെന്നും എം.എൽ.എ വ്യക്തമാക്കി. അമ്മയും കുഞ്ഞും ആശുപത്രിയുടെ സ്ഥിതി 2013 ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നു. കേരളത്തിൽ പല സ്ഥലങ്ങളിലും അമ്മയും കുഞ്ഞും ആശുപത്രി വേണമെന്ന് ഒരു കാഴ്ചപ്പാടോട് കൂടി പറഞ്ഞപ്പോൾ നമുക്കന്ന് അടിമാലിക്ക് ഒരു അമ്മയും കുഞ്ഞും ആശുപത്രി അനുവദിച്ചു. 2013 അനുവദിക്കുന്നു. 2018 5 വർഷമാണ് അതിൻ്റെ കാലാവധി. ASന്റെ കാലാവധി 5 വർഷമാണ്. ഇവിടെ 5 വർഷത്തിനിടയിൽ നമുക്ക് ആരോഗ്യവകുപ്പിന് സ്വന്തമായി സ്ഥലമില്ലാത്ത ഒരു ഭൂമി ആയതുകൊണ്ട് സ്ഥലമായതുകൊണ്ട് ഇവിടുത്തെ പഞ്ചായത്താണ് സ്ഥലം വിട്ട് നൽകിയിരിക്കുന്നത്. പഞ്ചായത്ത് സ്ഥലം വിട്ട് നൽകിയപ്പോൾ 2019 നല്ല ASന്റെ കാലാവധി കഴിഞ്ഞതിന് ശേഷമാണ് അത് വിട്ടുകൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും AS പോയി. പിന്നെ കോഡ് വന്നു. അങ്ങനെയുള്ള വിഷയങ്ങൾ വന്നപ്പോൾ 2021 ശേഷം വീണ്ടും ഇത് പുതുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടപ്പോൾ ഗവൺമെന്റ് പറഞ്ഞു നിങ്ങൾ പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കും എന്ന് PWD ചുമതലപ്പെടുത്തി. PWD ചുമതലപ്പെടുത്തിയപ്പോൾ PWD നിലവിൽ ഒരു അമ്മയും കുഞ്ഞും ആശുപത്രി വരുമ്പോൾ ഒരു ഗൈനക്കിൻ്റെ വിഭാഗമാണ് പുതിയതായി തുടങ്ങുന്നത്. പീഡിയാട്രിക് അടക്കമുള്ള വിഭാഗങ്ങൾ തുടങ്ങേണ്ടി വരുമ്പോൾ ആധുനിക സൗകര്യത്തോടു കൂടി ചെയ്യേണ്ടി വരുമ്പോൾ ഒത്തിരി പണം ആവശ്യം വരുന്നുണ്ട്. 30 കോടി രൂപയാണ് അവർ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്ത് നൽകിയത്. നമുക്ക് നേരത്തെ കിട്ടിയ AS പോയി. അത് കഴിഞ്ഞിട്ട് നിലവിൽ AS ഇല്ല. പക്ഷേ AS പുതുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ നേരത്തെയുള്ള AS പുതുക്കത്തില്ല. അപ്പോൾ 30 കോടി വന്നപ്പോൾ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചപ്പോഴാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ 5 കോടി രൂപ അതിനുവേണ്ടി അനുവദിച്ചത്. പക്ഷെ കഴിഞ്ഞ വർഷം അതിൻ്റെ ഭരണാനുമതി ലഭിച്ചിട്ടില്ല. ബാക്കി വരുന്നത് 25 കോടി രൂപ എങ്ങനെ കണ്ടെത്താൻ പറ്റും എന്നുള്ളൊരു ചോദ്യം വരുന്നപ്പോൾ ഇത്തവണയും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെയുള്ള 5 കോടി രൂപ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്. ഭരണാനുമതി തരണം. ഞങ്ങൾ തുടക്കം കുറിക്കാം. ബാലൻസ് തുക ഇപ്പം നവാർഡ് അടക്കമുള്ള ധനസഹായം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവിടെ അമ്മയും കുഞ്ഞും ആശുപത്രി യാഥാർത്ഥ്യമാക്കാൻ കഴിയുള്ളൂ എന്നുള്ള നിലയ്ക്കാണ് ആലോചിക്കുന്നത്.